Hi students, last class നമ്മൾ indigenous breeds പറ്റി ഡിസ്കസ് ചെയ്തു. ഈ സെക്ഷനിൽ നമുക്ക് poultry breeding പറ്റി നോക്കാം. Selection of the right type of breed with due regard to local conditions and needs of the market is very important in poultry keeping. അപ്പോൾ poultry keepingൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, റൈറ്റ് ടൈപ്പ് ഓഫ് ബ്രീഡ് നമ്മൾ ചൂസ് ചെയ്ത് അതിനെ റെയർ ചെയ്ത് കൊണ്ടുവരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ബേസ്ഡ് ഓൺ സർട്ടൻ ക്യാരക്ടറിസ്റ്റിക്സ് ദ ഫൗൾസ് ആർ സെലക്റ്റഡ് ഫോർ ബ്രീഡിങ് ആൻഡ് റെയറിങ്. അപ്പം ചില ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫൗൾസിനെ ബ്രീഡിങ്ങിനും റെയറിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നത്. The fowls are separately selected for egg production and meat requirements. അപ്പം എഗ് പ്രൊഡക്ഷനും മീറ്റ് പ്രൊഡക്ഷനും വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് പൗൾട്രീസിനെ സെലക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് മെയിനായിട്ട് നമ്മൾ പൗൾട്രീസിനെ എന്തിനാണ് റെയർ ചെയ്യുന്നത്? മെയിനായിട്ടും 2 പർപ്പസസ് ആണുള്ളത്. എന്താണ്, എഗ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടും മീറ്റ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടും. അപ്പം നമുക്ക് പൗൾട്രീസിൻ്റെ സെലക്ഷൻ ഫോർ എഗ് പ്രൊഡക്ഷൻ നോക്കാം. എങ്ങനെയാണ് പൗൾട്രീസ് ബ്രീഡ്സിനെ നമ്മൾ എങ്ങനെയാണ് എഗ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് എഗ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ദ പ്രൈം ഇമ്പോർട്ടൻസ് ഇൻ പൗൾട്രി ഫാമിംഗ് ഈസ് ഗിവൺ ടു എഗ് പ്രൊഡക്ഷൻ. പൗൾട്രി ഫാമിങ്ങിൻ്റെ പ്രൈം ഇമ്പോർട്ടൻസ് എന്തിനാണ് കൊടുത്തിട്ടുള്ളത്? എഗ് പ്രൊഡക്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ദ ബ്രീഡേഴ്സ് ആർ വെരി കീൻ ഇൻ റൈസിങ് എഫിഷ്യൻറ്റ് എഗ് ലേയേഴ്സ്. അപ്പോൾ ഈ ബ്രീഡ് ചെയ്യുന്ന ആൾക്കാർ മെയിനായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എന്തിനാണ്? നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള എഗ് ലേയേഴ്സ് ആയിട്ടുള്ള ബേർഡ്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രീഡേഴ്സ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. ദിസ് പർപ്പസ് ഈസ് ഫുൾഫിൽഡ് ത്രൂ സെലക്ഷൻ പ്രൊസീജിയേഴ്സ്. ഇങ്ങനെ ഗുഡ് എഫിഷ്യൻറ്റ് എഗ് ലേയേഴ്സിനെ ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? സെലക്ഷൻ പ്രൊസീജിയേഴ്സ് വഴിയാണ് അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുത്തുകൊണ്ട് വരുന്നത്. ഓക്കെ, യൂഷ്വലി കള്ളിങ് ഈസ് ഡൺ ടു എലിമിനേറ്റ് അൺഡിസൈറബിൾ ട്രൈറ്റ്സ്. അപ്പം നമ്മൾ മെയിനായിട്ടും എഗ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണല്ലോ ഇവിടെ നമ്മൾ ബ്രീഡ്സിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അൺഡിസൈറബിൾ ആയിട്ടുള്ള ട്രൈറ്റ്സ്, അതായത് നല്ല എഗ് പ്രൊഡ്യൂസേഴ്സ് അല്ല നമുക്ക് കിട്ടുന്നതെങ്കിൽ അങ്ങനെയുള്ള ബേർഡ്സിനെ നമ്മൾ കുഞ്ഞിലെ തന്നെ അതിനെ കൊന്നുകളയാണ് ചെയ്യുന്നത്. ഓക്കെ, സം ഇമ്പോർട്ടൻസ് ആസ്പെക്ട് ടു ബി കൺസിഡേർഡ് ഇൻ സെലക്ഷൻ ഓഫ് ഗുഡ് ലെയേഴ്സ്. ഓക്കെ, അപ്പോൾ ദർ ആർ സം ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ടു ബി കൺസിഡേർഡ് ഇൻ സെലക്ഷൻ ഓഫ് ഗുഡ് ലെയേഴ്സ്. അപ്പം നല്ല ലെയേഴ്സ്, അതായത് നല്ല എഗ് ലെയേഴ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഈസ് പെഡിഗ്രി ഇൻഫർമേഷൻ. ഓക്കെ, ദ ഫസ്റ്റ് criteria for selection of good egg layers are, first one is pedigree information. So what happens in pedigree information? The ancestral history of breeds is studied and those with good ancestor records are selected. അപ്പം പെഡിഗ്രി ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ പെഡിഗ്രി ഈസ് സംതിങ് റിലേറ്റഡ് ടു ആൻസിസ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല ബ്രീഡ്സ് ആണെന്ന് ഓൾറെഡി നമുക്കറിയാവുന്ന കുറച്ച് ബ്രീഡുകൾ കാണുമല്ലോ. ഇത് എന്ന് വെച്ചാൽ അവരുടെ ആൻസിസ്റ്റർ ഹിസ്റ്ററി വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും ഈ ബ്രീഡ്സ് വളർത്തിയെടുത്താൽ നല്ലതായിരിക്കും, ഇവർ നല്ല ഗുഡ് എഗ് ലേയേഴ്സ് ആണെന്ന് നമുക്ക് അറിയാവുന്ന ബ്രീഡ്സിനെ നമ്മൾ എങ്ങനെ ചെയ്യും? ഈ ആൻസിസ്റ്റർ ഹിസ്റ്ററി വെച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യും. ഓക്കെ, ബേർഡ്സ് വിത്ത് ആൻ ആവറേജ് എഗ് ലേയിങ് റെക്കോർഡ് ഓഫ് 250 to 280 eggs per year are considered to be good varieties. അപ്പോൾ ഈ പെഡിഗ്രി ഇൻഫർമേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് ഗുഡ് വെറൈറ്റീസ് എന്ന് പറയുന്നത്? 250 മുതൽ 280 എഗ്സ് പെർ ഇയർ ലേ ചെയ്യുന്ന ബേർഡ്സ് ആയിരിക്കും ഗുഡ് എഗ് ലേയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അപ്പിയറൻസ് ആണ്. അതായത് ഒരു ബേർഡിൻ്റെ അപ്പിയറൻസ് വെച്ചിട്ട് നമ്മൾ അതിനെ സെലക്ട് ചെയ്യുകയാണ്. ഇത് നല്ലൊരു ഗുഡ് എഗ് ലെയർ ആയിരിക്കും എന്ന് സെലക്ട് ചെയ്യുന്നത് എന്തൊക്കെ ക്രൈറ്റീരിയ വെച്ചിട്ടാണെന്ന് നോക്കാം. അപ്പോൾ അപ്പിയറൻസിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫോർ എ ഗുഡ് എഗ് ലെയർ വെരി എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് നീഡഡ് ആർ വിഗർ, ഹെൽത്ത് ആൻഡ് അപ്പിയറൻസ്. അപ്പം ഒരു നല്ല എഗ് ലെയറിന് വെരി എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? അവരുടെ വിഗർ, അതുപോലെ തന്നെ ഹെൽത്ത്, അതുപോലെ അവരുടെ അപ്പിയറൻസ് ഒക്കെ. ഓക്കെ,
An active egg-laying hen will have clear-cut, rugged and alert head. അപ്പം എന്താണ് clear-cut, rugged and alert head ആയിരിക്കും. എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്യുന്ന എന്താണ് ഹെഡായിരിക്കും ഇവരുടെ. ഈ നല്ല ആക്റ്റീവായിട്ടുള്ള എഗ് ലേയേഴ്സിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് clear-cut, rugged and alert ഹെഡായിരിക്കും. അതുപോലെ തന്നെ എന്താണ് ഷോർട്ട് ബീക്ക് ആയിരിക്കും, വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു ഹെഡ് ആയിരിക്കും. ഷോർട്ട് ബീക്ക് വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു ഹെഡ്. പിന്നെയോ ലാസ്റ്റ് തേർഡ് പോയിന്റ് എന്താണ് സോഫ്റ്റ് ആൻഡ് റെഡ് കളേർഡ് കോംബോ ആയിരിക്കും. അവർക്ക് മെയിനായിട്ടും സോഫ്റ്റും അതുപോലെ റെഡ് കളേർഡ് കോംബോ ആയിരിക്കും. ഓക്കെ, പിന്നെ അപ്പോൾ ഇത്രയാണ് നമ്മൾ അപ്പിയറൻസിൽ നോക്കുന്ന കാര്യങ്ങൾ. എന്തൊക്കെയാണ് അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ ഒരു കോഴിയെ കണ്ടിട്ട് അല്ലെങ്കിൽ ഒരു ബേർഡിനെ കണ്ടിട്ട് നമ്മൾ മെയിനായിട്ട് പോൾട്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഹെൻസിനെയാണല്ലോ റെയർ ചെയ്യുന്നത്. ഹെൻസിനെയും ഡക്സിനെയും ടർക്കീസിനെയൊക്കെ ചെയ്യും, എന്നാലും നമ്മൾ മെയിനായിട്ടും ഹെൻസിനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹെന്നിനെ കണ്ടിട്ട് പറയാൻ നല്ല ക്ലിയർ-കട്ട്, റഗ്ഡ് ആൻഡ് അലർട്ട് ഹെഡുണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് ബീക്ക് വിച്ച് ഈസ് പ്രൊപ്പോർഷൻ ടു ഹെഡ്. തേർഡ് പോയിന്റ് ഈ സോഫ്റ്റ് ആൻഡ് റെഡ് കളേർഡ് കോംബോ. അപ്പോൾ ഇത്രയും 3 ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും അതൊരു ഗുഡ് ലെയർ ആണെന്ന് പറയാൻ പറ്റും. ഇനി തേർഡ് പോയിന്റ് ഈസ് വിച്ച് ഈസ് മൗൾട്ടിങ്. ഓക്കെ, മൗൾട്ടിങ് ആണ് തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്. മൗൾട്ടിങ് എന്ന് പറയുമ്പോൾ എന്താണ് കൊഴിച്ച് കളയുക. ഇവിടെ എന്താണ് മെയിനായിട്ട് കൊഴിച്ച് കളയുന്നത് അവരുടെ ഫെതേഴ്സ് അല്ലേ. ദ ഓൾഡ് ഫെതേഴ്സ് ആർ ഷെഡ് ആൻഡ് റിപ്ലേസ്ഡ് ബൈ ന്യൂ വൺസ് ബൈ ദ ഹെൻ. അപ്പോൾ ഇതിനെയാണ് മൗൾട്ടിങ് എന്ന് പറയുന്നത്. മൗൾട്ടിങ് എന്ന് പറയുമ്പോൾ ഓൾഡ് ഫെതേഴ്സ് ആർ ഷെഡ് ആൻഡ് റീപ്ലേസ്ഡ് ബൈ ന്യൂ വൺസ് ബൈ ദ ഹെൻ ഈസ് കാൾഡ് മൗൾട്ടിങ്. പഴയ ഫെതേഴ്സൊക്കെ കളഞ്ഞിട്ട് പുതിയ ഫെതേഴ്സ് വരുന്ന ഒരു പ്രോസസ്സാണ് മൗൾട്ടിങ് എന്ന് പറയുന്നത് ഇൻ കേസ് ഓഫ് ഹെൻ. ഓക്കെ, പുവർ ലേയേഴ്സ് മൗൾട്ട് ലേ സ്ലോലി ആൻഡ് ടേക്ക് എ ലോങ് ടൈം ഫോർ എഗ് പ്രൊഡക്ഷൻ. അപ്പം പുവർ ലേയേഴ്സ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ്, അവർ ഈ ഫെതേഴ്സൊക്കെ പൊഴിക്കുന്നത് വളരെ ലേറ്റായിട്ടായിരിക്കും, അതുപോലെ വളരെ പതുക്കെയും വളരെ സ്ലോലി ആയിട്ടായിരിക്കും. മൗൾട്ടിങ്ങിന് കുറേ സമയം എടുക്കും. ആൻഡ് ടേക്ക് എ ലോങ് ടൈം ഫോർ എഗ് പ്രൊഡക്ഷൻ. അതുപോലെ തന്നെ എഗ് പ്രൊഡക്ഷനൊക്കെ ഒരുപാട് ലേറ്റായിട്ടായിരിക്കും തുടങ്ങുന്നത്. ഓക്കെ, തേർഡ് പോയിന്റ് ഈസ് മൗൾട്ടിങ് സ്റ്റേജസ് ക്യാൻ ബി ഡിറ്റർമിൻഡ്. ഓക്കെ, ദ മൗൾട്ടിങ് ബിക്കംസ് എ ലേറ്റ് ആൻഡ് ക്വിക്ക് ഫിനോമിനൻ ഇൻ ഗുഡ് ലേയേഴ്സ്. അപ്പോൾ മൗൾട്ടിങ് എന്ന് പറയുന്നത് എന്താണ് ലേറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ പെട്ടെന്ന് നടക്കുകയും ചെയ്യും ഗുഡ് ലേയേഴ്സിൽ. ഓക്കെ, അതുപോലെ തന്നെ മോൾട്ടിങ് കഴിഞ്ഞ് ഉടനെ തന്നെ എന്ത് ചെയ്യും എഗ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ബട്ട് ബൈ കോൺട്രാസ്റ്റ്, അതായത് ഈ പുവർ എഗ് ലേയേഴ്സിൽ എന്താ സംഭവിക്കുന്നത് മൗൾട്ട് ലേറ്റ്. ഓക്കെ, അവർ വളരെ താമസിച്ചാണ് മൗൾട്ട് ചെയ്യുന്നത്, അതുപോലെ സ്ലോലി ആയിരിക്കും ആൻഡ് ടേക്ക് എ ലോങ് ടൈം ഫോർ എഗ് പ്രൊഡക്ഷൻ. അപ്പം 2 ഡിഫറൻസ് ആണുള്ളത്, ഗുഡ് ലെയേഴ്സും പുവർ ലെയേഴ്സും. ഗുഡ് ലെയേഴ്സിൽ എന്താ ചെയ്യുന്നത് മൗൾട്ടിങ് ബിക്കംസ് എ ലേറ്റ് ആൻഡ് ക്വിക്ക് ഫിനോമിനൻ. അതായത് മൗൾട്ടിങ് പെട്ടെന്ന് നടന്നിട്ട്, അതായത് വളരെ പെട്ടെന്ന് കഴിഞ്ഞു, അതായത് പഴയ ഫെതേഴ്സൊക്കെ പോയിട്ട് പെട്ടെന്ന് തന്നെ പുതിയത് വരും. അത് കഴിയുമ്പോൾ തന്നെ അവർ എഗ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ഈ പുവർ ലെയേഴ്സിലാണെങ്കിലോ മൗൾട്ട് ചെയ്യാൻ തന്നെ കുറേ സമയം എടുക്കും, അതുപോലെ മൗൾട്ടിങ്ങും വളരെ ലേറ്റായിട്ടേ തുടങ്ങത്തുള്ളൂ. അതായത് പഴയ ഫെതേഴ്സ് പോയിട്ട് പുതിയ ഫെതേഴ്സ് വരാൻ തന്നെ കുറേ സമയം എടുക്കും. അതുകൊണ്ട് തന്നെ എന്താണ് അവരുടെ എഗ് പ്രൊഡക്ഷനും വളരെ ലേറ്റായിട്ടാണ് നടക്കുന്നത്. ഓക്കെ, by observing the nature of moulting of primaries and secondaries, the feathers on the wings, moulting stage can be determined. അതുപോലെ തന്നെ നമുക്കിപ്പോൾ അറിയാൻ പറ്റും, ഒരു ബേർഡിനെ കണ്ടിട്ട് അത് ഏത് സ്റ്റേജിലാണ് എന്നറിയാൻ പറ്റും, മൗൾട്ടിങ്ങിൻ്റെ ഏത് സ്റ്റേജിലാണെന്ന് കാണാൻ പറ്റും. എങ്ങനെയാണ് കാണാൻ പറ്റുന്നത്, അറിയാൻ പറ്റുന്നത് ബൈ ഒബ്സർവിങ് ദ നേച്ചർ ഓഫ് മൗൾട്ടിങ്. ഓക്കെ, മൗൾട്ടിങ്ങിൻ്റെ നേച്ചർ അനുസരിച്ച് നമുക്ക് എന്താണ് മൗൾട്ടിങ് സ്റ്റേജും നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് പോയിന്റ്. ഇനി ഫോർത്ത് പോയിന്റ് ഏതാണ് പിഗ്മെൻറ്റേഷൻ. അതായത് ഗുഡ് എഗ് ലെയേഴ്സിനെ സെലക്ട് ചെയ്യാനുള്ള ക്രൈറ്റീരിയാസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ വാസ് പെഡിഗ്രി ഇൻഫോർമേഷൻ, സെക്കൻഡ് വൺ ഈസ് അപ്പിയറൻസ്, തേർഡ് വൺ ഈസ് മൗൾട്ടിങ് ആൻഡ് ഫോർത്ത് വൺ ഈസ് പിഗ്മെൻറ്റേഷൻ. അപ്പോൾ ഇതിൽ ഓരോന്നിലും ഓരോ
ഓരോന്നും കാണും. അതായത് മോൾട്ടിങ്ങിൽ ഇന്ന കാരണങ്ങൾ കാരണമാണ് മോൾട്ടിങ് ഒരു ക്രൈറ്റീരിയ ആണെന്ന് പറയുന്ന കുറേയൊക്കെ പോയിന്റ്സ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനി ഫോർത്ത് വൺ വാസ് പിഗ്മെൻറ്റേഷൻ. ഓക്കെ, ഫോർമേഷൻ ഓഫ് എഗ് ഇൻ ദ ഓവറി ആൻഡ് പിഗ്മെൻറ്റേഷൻ ഓഫ് ദി സ്കിൻ ഹാസ് സർട്ടൻ റിലേഷൻഷിപ്പ്. അപ്പം എന്താണ് പറയുന്നത്, എഗ് ഓവറിയിലെ എഗ് ഫോർമേഷനും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ, സ്കിന്നിൻ്റെ പിഗ്മെൻറ്റേഷനും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. The yellow color appears and which may concentrate in the skin near vent, eye, beak and shank. ഓക്കെ, അപ്പോൾ ഇവിടെ മെയിനായിട്ടും ബോഡി കളർ വെച്ച് പിഗ്മെൻറ്റേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഗുഡ് ലെയർ ആണോ അല്ലയോ എന്ന് പറയുന്നത്. അപ്പം മെയിനായിട്ടും യെല്ലോ കളറാണ് ഇവിടെ വരുന്നത്. യെല്ലോ കളർ അപ്പിയേഴ്സ് ആൻഡ് വിച്ച് മേ കോൺസെൻട്രേറ്റ്, അതായത് സ്കിന്നിൽ മെയിനായിട്ടും യെല്ലോ കളർ കോൺസെൻട്രേറ്റ് ചെയ്യും. സ്കിന്നിൽ മാത്രമല്ല ഐയിൽ, ബീക്കിൽ, ഷാങ്കിലും ഒക്കെ യെല്ലോ കളർ കോൺസെൻട്രേറ്റ് ചെയ്യും. ദിസ് കളർ പാറ്റേൺ ഡിസപ്പിയേഴ്സ് ആസ് യോക്ക് ഫോർമേഷൻ പ്രോഗ്രസ്. അപ്പോൾ അതായത് ഓവറിയിൽ എഗ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, അതായത് യോക്ക് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ കളർ പാറ്റേൺ ഡിസപ്പിയർ ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, സോ ബൈ ഒബ്സർവിങ് ദ ഡിസപ്പിയറൻസ് ഓഫ് പിഗ്മെൻറ്റേഷൻ ഫ്രം ദ ബോഡി പാർട്സ് ദ എഗ്സ് ലേയിങ് പീരീഡ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. അപ്പോൾ ഈ ബോഡിയിൽ നിന്നും ഈ കളറൊക്കെ ഡിസപ്പിയർ ചെയ്യുന്ന ഒരു ടൈം വെച്ചിട്ട് നമുക്ക് എഗ് ലൈയിങ് പീരീഡ്, അപ്പം അതായത് ഈ കോഴി മുട്ടയിടാറായോ അല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് പിഗ്മെൻറ്റേഷൻ വരുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്, ഈ ഓവറിയിൽ എഗ് ഫോർമേഷനും ബോഡിയുടെ അതായത് സ്കിന്നിൻ്റെ പിഗ്മെൻറ്റേഷനും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ യെല്ലോ കളർ എവിടെയാണ്, സ്കിന്നിലും അതുപോലെ തന്നെ ഐയിലും അതുപോലെ തന്നെ ബീക്കിലും ഷാങ്കിലും ഒക്കെ എന്ത് ചെയ്യും, ഈ യെല്ലോ കളറ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ എഗ് പ്രൊഡക്ഷൻ്റെ സമയമാകുമ്പോഴത്തേക്ക് ഈ യെല്ലോ കളറൊക്കെ പാറ്റേണൊക്കെ ഡിസപ്പിയർ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ ഒരു ഡിസപ്പിയറൻസ് വെച്ചിട്ട് നമുക്ക് എന്തറിയാൻ പറ്റും, ഈ എഗ് ലെയിങ് പീരീഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് സെക്ഷുവൽ മെച്യൂരിറ്റി. When sexual maturity is attained, the pullet will begin laying eggs. അതായത് സെക്ഷൽ മെച്യൂരിറ്റിയിൽ എത്തുമ്പോഴാണ് ഹെൻ എന്ത് ചെയ്യുന്നത്, എഗ് ലേയിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ സെക്ഷൽ മെച്യൂരിറ്റി ഈസ് ദ പീരീഡ് ബിറ്റ്വീൻ ദ ഹാച്ചിങ് ഓഫ് ദി പുള്ളറ്റ് ആൻഡ് ദ ഫസ്റ്റ് ഡേ ഓഫ് എഗ് ലേയിങ് ബൈ ഹർ. അപ്പോൾ സെക്ഷൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഏത് പീരീഡിനെയാണ് സെക്ഷൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത്, ഹെൻസിൽ പീരീഡ് ബിറ്റ്വീൻ ദ ഹാച്ചിങ് ഓഫ് ദി പുള്ളറ്റ്, അതായത് കോഴി ഹാച്ച് ചെയ്യുന്നത് തൊട്ട് ഫസ്റ്റ് ഡേ ഇത് എഗ്ഗ് ലേ ചെയ്യുന്നവരെ, ഫസ്റ്റ് ആദ്യമായിട്ട് അതായത് കോഴി വിരിഞ്ഞത് ദിവസം മുതൽ അത് ഫസ്റ്റ് ആദ്യമായിട്ട് എഗ്ഗ് ലേ ചെയ്ത ദിവസം വരെയുള്ള ടൈമാണ് എന്തെന്ന് പറയുന്നത്, ഇതിന് ബിറ്റ്വീൻ വരുന്ന സമയമാണ് എന്തെന്ന് പറയുന്നത്, സെക്ഷൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ഏർലി മെച്യൂറിങ് ഫൗൾസ് മേ ലേ മോർ എഗ് ദാൻ ലേറ്റ് മെച്യൂറിങ് വൺസ്. അപ്പം ഏർലി മെച്യൂർ ചെയ്യുന്ന ഫൗൾസ് സെക്ഷൽ മെച്യൂരിറ്റിയിൽ എത്തുന്ന ബേർഡ്സ് എന്ത് ചെയ്യും, പെട്ടെന്ന് എഗ്സ് ലേ ചെയ്യും. ഓക്കെ, ഫുഡ്, ക്ലൈമറ്റ്, സീസണൽ വേരിയേഷൻ എക്സെട്ര അഫക്റ്റ് സെക്ഷൽ മെച്യൂരിറ്റി. സെക്ഷൽ മെച്യൂരിറ്റി അഫക്റ്റ് ചെയ്യുന്ന മറ്റ് ഫാക്ടേഴ്സൊക്കെയാണ് എന്തെന്നൊക്കെ പറയുന്നത്, ഫുഡ്, ക്ലൈമറ്റ്, സീസണൽ വേരിയേഷൻസ്. ഓക്കെ, ഏർലി മെച്യൂറിങ് ബ്രീഡ്സ് ആർ ടു ബി സെലക്റ്റഡ് ഫോർ ബ്രീഡിങ്. അപ്പം ഞാൻ പറഞ്ഞു ഫസ്റ്റ് ആദ്യം ഏർലി ആയിട്ട്, അതായത് നേരത്തെ സെക്ഷൽ മെച്യൂരിറ്റിയിൽ എത്തുന്ന ബേർഡ്സ് ഒരുപാട് എഗ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം നമ്മളിവിടെ എന്താണ്, ഗുഡ് എഗ് ലേയേഴ്സിനെയാണല്ലോ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്താ വേണ്ടത്, അതായത് നേരത്തെ സെക്ഷൽ മെച്യൂരിറ്റിയിൽ എത്തിയ ബ്രീഡ്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് സെക്ഷൽ മെച്യൂരിറ്റിയെ പറ്റി പറയാനുള്ളത്. Next point is egg cycle. Okay, egg cycle is defined as the persistency of egg laying during a period. അതായത് എഗ് സൈക്കിൾ എന്ന് പറയുമ്പോൾ അതായത് എത്ര പ്രാവശ്യം, അത് എത്ര ഫ്രീക്വൻ്റ് ആയിട്ടാണ് എഗ് ലേ ചെയ്യുന്നത്. അതായത് ഇപ്പം ഒരു കോഴിയുടെ കേസ് എടുക്കുവാണെങ്കിൽ അത് എല്ലായ്പ്പോഴും അത് എഗ് ലേ ചെയ്യത്തില്ലല്ലോ, അത് ആക്റ്റീവായിട്ട് എഗ് ലേ ചെയ്യുന്ന കുറച്ചൊരു സമയം കാണും. ആ ഒരു പീരീഡിനെയാണ് എഗ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ,
എ ഗുഡ് ബ്രീഡ് വിൽ ലേ 1 egg എവറി ഡേ ഫോർ എ ലോങ്ങർ പീരീഡ്. അപ്പം നല്ല ബ്രീഡ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഒരു മുട്ട വീതം ഇടുന്ന ബ്രീഡിനെയാണ് നല്ല ബ്രീഡ് എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ച് ഏറെ നാളുകൾ എല്ലാ ദിവസവും മുട്ടയിടുന്ന കോഴികളാണ് നല്ല ഗുഡ് ബ്രീഡ് എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ടേക്ക് എ പോസ് ഫോർ 2 or 3 days and start laying again. In between 2-3 ദിവസം അത് ഇട്ടില്ലെങ്കിലും പിന്നെ അത് എന്ത് ചെയ്യും, അങ്ങനെ നിർത്തത്തില്ല. അത് പിന്നെയും 2-3 ദിവസം കഴിഞ്ഞിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ഓരോരോ മുട്ട വീതം ഇടാനായിട്ട് തുടങ്ങും. അങ്ങനെയുള്ളവരെയാണ് നല്ല ബ്രീഡ്സ് എന്ന് പറയുന്നത്. പുവർ ലേയേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും, they lay at intervals of 3 to 4 days and after pause they take long periods for നെക്സ്റ്റ് ലേയിങ്. അപ്പം പുവർ ആയിട്ടുള്ള ലേയേഴ്സ് ആണെങ്കിൽ അവരെന്ത് ചെയ്യും, 3 to 4 days ഇൻ്റർവൽ എടുക്കും. പക്ഷെ എന്ത് ചെയ്യും, പിന്നീട് മുട്ട ഇട്ട് തുടങ്ങാനായിട്ട് കുറേ നാളുകൾ എടുക്കും. അതാണ് ഗുഡ് ലേയേഴ്സും പുവർ എഗ് ലേയേഴ്സും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പം ഗുഡ് ബ്രീഡ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നത്, ദേ വിൽ ലേ 1 egg every day for a longer period. Okay, and they will pause for 2 to 3 days and start laying again. Okay, in the case of poor layers, what will happen, they lay at intervals of 3 to 4 days and after pause they take long periods for next laying. Okay, അപ്പം 3 to 4 days ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് ഇടാനായിട്ട് കുറേ സമയം എടുക്കും പുവർ ലേയേഴ്സിൻ്റെ കേസിൽ. അപ്പോൾ അതാണ് എഗ് സൈക്കിളിനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് ബ്രൂഡിനെസ്. ഓക്കെ, വാട്ട് ഈസ് ബ്രൂഡിനെസ്? ഇറ്റ് ഈസ് ദ ടെൻഡൻസി ഓഫ് എ ലേയിങ് hen to sit over eggs to hatch them. അപ്പോൾ ഹാച്ചിങ്, അതായത് അടയിരിക്കാനുള്ള കഴിവിനെയാണ് ബ്രൂഡിനെസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ടെൻഡൻസി ഓഫ് എ laying hen to sit over eggs to hatch them is called broodiness. Okay, so it is a maternal instinct and a dominant sex linked character. അപ്പോൾ നിങ്ങൾക്കറിയാലോ, it is a sex linked character. It's a dominant maternal instinct, ഡോമിനൻ്റ് സെക്സ് ലിങ്ക്ഡ് ക്യാരക്ടർ. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഇത് പെടക്കോഴികൾ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അടയിരിക്കത്തുള്ളൂ. പൂവൻകോഴികൾ അടയിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലേ. അപ്പോൾ അതിന് മെയിനായിട്ടുള്ള കാരണം എന്താണ്, ഇതൊരു മെറ്റേണൽ, അതായത് ഒരു മദറുമായി ബന്ധപ്പെട്ട, ഒരു അമ്മയാവുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതെപ്പോഴും ഫീമെയിൽ ഹെൻസിനെയാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അത് ഡോമിനൻ്റ് സെക്സ് ലിങ്ക്ഡ് ക്യാരക്ടറാണ് ബ്രൂഡിനെസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓർത്ത് വെച്ചിരിക്കേണ്ട പോയിൻ്റാണ്. അത് ആര് മാത്രമേ എക്സിബിറ്റ് ചെയ്യത്തുള്ളൂ, ഫീമെയിൽസ് മാത്രമേ എക്സിബിറ്റ് ചെയ്യത്തുള്ളൂ. നോൺ ബ്രൂഡിങ് ഹെൻസ് ആർ ടു ബി സെലക്റ്റഡ് ഫോർ അച്ചീവിങ് ഗുഡ് എഗ് പ്രൊഡക്ഷൻ. അപ്പം ബ്രൂഡിങ് അല്ലാത്ത, അതായത് അടയിരിക്കാത്ത കോഴികൾ എന്ത് ചെയ്യണം, ദേ ഹാവ് ടു ബി സെലക്റ്റഡ് ഫോർ അച്ചീവിങ് ഗുഡ് എഗ് പ്രൊഡക്ഷൻ. അവർ നല്ല എഗ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അവരെ സെലക്ട് ചെയ്യണം. അവർക്ക് ഹാച്ച് ചെയ്യാൻ കഴിവില്ലെന്ന് പറഞ്ഞിട്ട് എന്താണ് നല്ല മുട്ട ഇടത്തില്ല എന്ന് അർത്ഥമില്ല. ഓക്കെ, ദേ വിൽ നോട്ട് ഹാച്ച്. ഓക്കെ, അവർക്ക് അങ്ങനെ ഹാച്ച് ചെയ്യാനുള്ള കഴിവില്ലെങ്കിലും ദേ വിൽ ബി ഗുഡ് എഗ് പ്രൊഡ്യൂസേഴ്സ്. അങ്ങനെയുള്ള ബേർഡ്സിനെ സെലക്ട് ചെയ്യും. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് ഈസ് ട്രാപ്പ് നെസ്റ്റ് റെക്കോർഡ്. ഓക്കെ, വാട്ട് ഈസ് ട്രാപ്പ് നെസ്റ്റ് റെക്കോർഡ്? ഇറ്റ് ഈസ് ദ കറക്റ്റ് വേ ഓഫ് ഡിറ്റർമിനിങ് ദ എഗ് പ്രൊഡക്ഷൻ ഓഫ് എ ഹെൻ. അപ്പോൾ ഒരു ഹെന്നിൻ്റെ എഗ് പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ് ട്രാപ്പ് നെസ്റ്റ് റെക്കോർഡ് എന്ന് പറയുന്നത്. ദ നേച്ചർ ഓഫ് എഗ് ക്യാൻ ഓൾസോ ബി ഡിറ്റർമിൻഡ് ബൈ ദിസ് മെത്തേഡ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും ട്രാപ്പ് നെസ്റ്റ് മെത്തേഡിലുള്ള, ട്രാപ്പ് നെസ്റ്റ് റെക്കോർഡിലൂടെ നേച്ചർ ഓഫ് ദി എഗ് ക്യാൻ ബി ഡിറ്റർമിൻഡ് ആൻഡ് എഗ് പ്രൊഡക്ഷൻ ഓഫ് എ ഹെന്നും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. 3 to 4 days of trap nest is enough to get needed information. അതായത് 3 to 4 days of trap nest റെക്കോർഡ് വെച്ചിട്ട് തന്നെ നമുക്ക് എന്താണ് ഒരു കോഴി എത്ര മുട്ട ഇടും എന്നുള്ള കാര്യം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, നേച്ചർ ഓഫ് ദി എഗ് ക്യാൻ ബി ഡിറ്റർമിൻഡ്, അതായത് എങ്ങനെയുള്ള മുട്ടയാണ് അത് ഇടുന്നത്, അത് എത്ര മുട്ട വരെ ഇടും എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ട്രാപ്പ് നെസ്റ്റ് റെക്കോർഡ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പം എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്?
അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെലക്ഷൻ ഫോർ എഗ് പ്രൊഡക്ഷൻ, അതായത് നല്ല ബ്രീഡ്സിനെ എഗ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാനുള്ള ക്രൈറ്റീരിയസ് ആണ് നമ്മൾ നോക്കിയത്. ഫസ്റ്റ് വൺ വാസ് പെഡിഗ്രി ഇൻഫർമേഷൻ. അതിനകത്ത് ഓരോന്ന് പോയിന്റ്സ് ഉണ്ട്, നിങ്ങൾ ഒന്ന് ആ ടെക്സ്റ്റും കൂടെ ഒന്ന് വായിച്ച് നോക്കുക. അതിനുശേഷം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ ആസ് പെഡിഗ്രി ഇൻഫർമേഷൻ, സെക്കൻഡ് വൺ ഈസ് അപ്പിയറൻസ്, തേർഡ് വൺ ഈസ് മൗൾട്ടിംഗ്, and the fourth one is pigmentation, fifth one is sexual maturity, sixth one is egg cycle, seventh one is broodiness, and last and eighth one is trap nest record. Okay, അപ്പോൾ ഇത്രയും പോയിന്റ്സും ആണ് നമ്മൾ എന്താണ് സെലക്ഷൻ ഫോർ എഗ് പ്രൊഡക്ഷനിൽ ഓർത്ത് വെച്ചിരിക്കേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബ്രീഡിംഗ് ഫോർ മീറ്റ് പ്രൊഡക്ഷൻ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബ്രീഡിംഗ് ഫോർ മീറ്റ് പ്രൊഡക്ഷൻ നോക്കാം.